എത്തിയ ഈശ്വര സങ്കല്പത്തില് പരശുരാമനിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ശ്രീരാമൻ. ശ്രീരാമനെ പറയുന്ന വാക്കുകളുണ്ട്. പുരുഷോത്തമൻ. എന്താ അതിൻ്റെ അർത്ഥം? പുരുഷന്മാരിൽ ഉത്തമനായ വ്യക്തി ആരാണോ അയാളാണ് പുരുഷോത്തമൻ. പുരുഷോത്തമൻ നായര്, പുരുഷോത്തമ റാവു എന്ന് പറയുന്നുള്ളവരൊക്കെ ഉത്തമന്മാരെന്ന് അർത്ഥമില്ല കേട്ടോ. ഞാൻ പുരുഷോത്തമൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് പറഞ്ഞത്. അതേപോലെ മര്യാദാ പുരുഷനായിട്ടാണ് ശ്രീരാമനെ കാണുന്നത്. ഈശ്വരൻ തന്നെ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നാൽ മനുഷ്യന്റെ ജീവിതകാലം അത്രയും ഇവിടെ ജീവിച്ചാൽ അത് ജനിച്ചതൊരു രാജകുടുംബത്തിലാണെങ്കിൽ പോലും അസാധാരണ വൈഭവശാലിയായ ഭഗവത്ഗീതയിൽ പോലും വിവരിക്കുന്ന ജനക മഹാരാജാവിന്റെ പുത്രിയായി ലക്ഷ്മിയുടെ അവതാരമായ സീതയെ വിവാഹം കഴിച്ചാൽ പോലും ഈ ഭാരതം മുഴുവനും ഭരിക്കാൻ കഴിവുള്ള എംപറർ, ചക്രവർത്തിയായ ദശരഥന്റെ പുത്രനായിട്ട് ജനിച്ചാൽ പോലും യഥാർത്ഥത്തില് ആ ഈശ്വരൻ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖ ദുഃഖങ്ങൾ എന്തെല്ലാമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് മനുഷ്യന്റെ പരിണാമത്തില് ത്രേതായുഗത്തില് ഇന്നത്തെ കണക്കനുസരിച്ച് അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ എടുത്താൽ കലിയുഗം 4,32,000 വർഷം. അതിലെ 5110 വർഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിന്റെ 4,32,000 വർഷത്തിന്റെ ഇരട്ടിയാണ് ദ്വാപരയുഗം. 4,32,000 വർഷത്തിന്റെ 3 ഇരട്ടിയാണ് ത്രേതായുഗം. അപ്പൊ ഏതാണ്ട് ശ്രീരാമൻ ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്നത് അസ്ട്രോണമിക്കൽ കണക്കനുസരിച്ച് ഏതാണ്ട് 9 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ എത്തിയ മനുഷ്യൻ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് ഒരു രാഷ്ട്രത്തെ നിർമ്മിച്ച് രാജാവായി നിലനിന്ന് രാജാധികാരം രാജ്യത്തിൽ പ്രയോഗിച്ച് അവിടെ ഇന്ന് നിലനിൽക്കുന്ന പോലെ ഉള്ള ഒരു ഭരണ സംവിധാനം, രാജ്യത്തിന് അതിർത്തി, രാജ്യാഭിഷേക പ്രക്രിയകള്, രാജ്യത്തിന്റെ നിയമാവലികള്, ടാക്സുകള്, രാജ്യത്തിന്റെ എല്ലാ പീനൽ കോഡ്, അവിടെ നിലനിൽക്കുന്ന നിയമവശം, ബ്യൂറോക്രസി, അവിടെ നിലനിൽക്കുന്ന അധികാരികള്, അവരുടെ അധികാരം, നാണയം, കറൻസി, അതിൻ്റെ ട്രാൻസാക്ഷൻ, വ്യവസായം, കൃഷി, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രാജാവ്, ഉപദേശിക്കുന്ന മന്ത്രി, കർമ്മങ്ങൾ ചെയ്യുന്ന സെക്രട്ടറിമാര്, രാജകുടുംബം, അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അധികാരം കൈമാറുന്നൊരു സിസ്റ്റം. ഇത് ഇന്റലക്ച്വലിയും റാഷണലിയും സയന്റിഫിക്കലിയും സോഷ്യലിയും സൈക്കോളജിക്കലിയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മനുഷ്യനായി ശ്രീരാമനെ മുമ്പില് അവതരിപ്പിച്ചപ്പോൾ നമ്മളുടെ ഋഷിവര്യന്മാര് രാമൻ എന്ന ഉത്തമ പുരുഷനെ അവതരിപ്പിച്ചപ്പോൾ ഈ പ്രകൃതിയില് പരിണാമത്തില് പരശുരാമൻ കഴിഞ്ഞ ഉത്തമനായ മനുഷ്യൻ എന്ന ഇന്റലക്ച്വൽ animal being with a social system, psychological planning and intellectual analysis ചെയ്യാവുന്ന ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും കൂട്ടിയിണക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റത്തിനെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തി
പുരോഗമിക്കുകയും നന്മകൾ എവിടെ നിന്ന് കിട്ടിയാലും സ്വീകരിക്കുകയും അതില് രാജനൈതിക രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ചേർക്കുകയും അതിന് പക്വത വന്ന വ്യക്തികളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അനുഭവജ്ഞാനമുള്ളവരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുകയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മതിന്മകൾ വിലയിരുത്തിയിട്ട് കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യൻ ത്രേതായുഗത്തിൽ ഉയർന്നു എന്ന് കാണിക്കാൻ സാധ്യതയുള്ള വിവരണങ്ങളോട് ചേർന്ന ശ്രീരാമൻ പരിണാമത്തിന്റെ ജീവജാലങ്ങളുടെ പരിണാമത്തിന്റെ പ്രപഞ്ച ചൈതന്യം ജീവനുള്ള രൂപത്തിൽ അവതരിച്ച് മാനിഫെസ്റ്റേഷനിലൂടെയും മാനിപ്പുലേഷനിലൂടെയും എവല്യൂഷണറി ചേഞ്ച് വന്ന പരശുരാമനിൽ എത്തിയപ്പോൾ എക്സ്റ്റേണൽ ചേഞ്ചിന് പകരം ഇന്റേണൽ ചേഞ്ച് ആണ് റിമാർക്കബിൾ ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉണ്ടായത്, ഉണ്ടാകേണ്ടത്, ഉണ്ടാകുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന അവതാരമാണ് ശ്രീരാമൻ. ഞാൻ കുറേ വാക്കുകൾ ചേർത്തു. ശ്രദ്ധയോട് കൂട്ടി എഴുതിയെടുത്താലേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ശ്രീരാമനിൽ നിന്ന് ഇനിയും പരിണാമം മുമ്പോട്ട് പോവുകയാണ് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രണാമം.